ശ്രീമതി കെ പി റോസമ്മ, ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തിയ പരാമർശമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. പോസിറ്റീവായിരുന്നു ചർച്ച എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഈ ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, തത്സമയ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പ്രതീക്ഷയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇതായിരുന്നു? അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഓണറേറിയത്തെക്കുറിച്ച് മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇൻസെൻറ്റീവ് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത്, കേന്ദ്രം കൂട്ടുമെങ്കിൽ തീർച്ചയായും കേരളവും കൂട്ടും. അങ്ങനെ ഞങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മന്ത്രി ഓണറേറിയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ്. ഞങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ട് ഉത്തരവാകുന്നുണ്ട്. അതിൻ്റെ പേപ്പേഴ്സൊന്നും കിട്ടിയിട്ടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് വാക്കാൽ പറയുകയും അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഏതിനും ഒരു ചർച്ചയിലൂടെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ടാണ് ഈ 51ാമത്തെ ദിവസവും ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ശ്രീമതി കെ പി റോസമ്മ, ഇതിലിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത് 24നോടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ തരത്തിൽ സമരം ചെയ്ത് നേടേണ്ടുന്ന ഒന്നല്ല. സ്ത്രീകൾ നടത്തുന്ന സമരത്തോട് എപ്പോഴും സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണുള്ളത്. അവരെ തള്ളിക്കളയാൻ സർക്കാരില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ തരത്തിലേക്ക് സമരം ചെയ്ത് നേടേണ്ടതല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇത് കേന്ദ്രം ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. കേന്ദ്രം ചെയ്യേണ്ടത് അവർ ചെയ്താൽ ബാക്കി നമ്മളിവിടെ ഉറപ്പായും ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ചില ഉറപ്പുകൾ വാങ്ങി വരുന്നതും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ ഉറപ്പ് എന്നുള്ളത് ഏതാനും നാൾ മുൻപ് നമ്മൾ കേട്ട ഉറപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ്? ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അധികം പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് നിങ്ങൾ കൂടുതൽ നിരാശരാകുന്നത്, അല്ലേ? അതെ 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 മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് സമരം ചെയ്യുകയും സമരം ചെയ്യാതെ തന്നെ പോണ്ടിച്ചേരി നല്ല അധിക വർധനവ് ആശമാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. ഇങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നാളിതുവരെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? ഇതുവരെയും മുഖ്യമന്ത്രി ഞങ്ങൾ വന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾ ഏത് രീതിയിലാണ് സമരം ചെയ്യുന്നതെന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങളാരും സമാധാനമായിട്ട് സമരം ചെയ്യുന്നവരാണ്. ഞങ്ങളാരും ബാരിക്കേഡ് തകർക്കാനോ പോലീസിനെ കല്ലെറിയാനോ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ മതിൽ ചാടിക്കടക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശമാണോ എന്തോ മുഖ്യമന്ത്രി മനസ്സിലോർത്തത്. അതേപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്ത് സമാധാനപരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സർക്കാരിനോട് മാത്രമാണ്. ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടതും കേരള സർക്കാർ തന്നെയാണ്. അത് കൃത്യമായി ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചതും സമരത്തിന് വരുന്നതും. സമരത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പല തവണ ഞങ്ങൾ കൃത്യമായ പ്രമേയം പാസ്സാക്കുകയും കൃത്യമായി ഞങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുകയും കൃത്യമായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ അവസാന നിമിഷത്തിൽ ഈ രാപ്പകൽ സമരം ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതമായത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫെബ്രുവരി 20-ാം തീയതിയാണ് ഞങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷവും ഞങ്ങൾ വളരെ കാര്യങ്ങൾ സമരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോന്നോരോന്ന് പ്രത്യേകം ചെയ്തു. ജനശ്രദ്ധ
സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മാത്രം ഈ വക ഒരു കാര്യം ഉൾപ്പെട്ടിട്ടില്ല. ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും, അതായത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക കലാസംഘടനകൾ എല്ലാം ഞങ്ങളുടെ ന്യായമായ സമരമാണെന്നും ഇതേവരെയും ഇങ്ങനെ സമാധാനപരമായ ഒരു സമരം കേരളം കണ്ടിട്ടില്ലെന്നും ഈ പൊതുസമൂഹം മുഴുവനും സമ്മതിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ഈ കാലോചിതമായി ആശമാർക്കുള്ള ഓണറേറിയം പരിഷ്കരിക്കേണ്ടതെന്നുള്ളതും വ്യക്തമായി അറിയാവുന്ന ഒരു വലിയ സത്യവുമാണ്. ഇനി ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് ഇതിലപ്പുറം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അതിന് മറുപടി എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടതെന്നല്ല, ഈ തരത്തിൽ ഇവിടെ സമരം ചെയ്തിട്ട് അതിൽ വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഞാൻ